ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൈന്യമാണ് നിലവിൽ ഇന്ത്യൻ സൈന്യം. 14 ലക്ഷം സൈനികരാണ് നിലവിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ടുള്ളത്. പ്രതിരോധ മേഖലയിൽ നാൾക്കുനാൾ വമ്പൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖല എങ്ങനെ മാറിപ്പോയി, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇനി ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ലോകമറിഞ്ഞ നാളുകളാണ് കടന്നുപോയത്. സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നും ഭീകരരിൽ നിന്നും മറ്റും രാജ്യങ്ങളുടെ കപ്പലുകൾ മോചിപ്പിച്ച സംഭവങ്ങൾ ആഗോളതലത്തിൽ തന്നെ നാവികസേനയുടെ യശസ് ഉയർത്തിയ സംഭവങ്ങളായിരുന്നു. ഇന്ത്യയുടെ നാവികസേനയ്ക്കും സമുദ്ര സുരക്ഷയ്ക്കും അതീവ പ്രാധാന്യം നൽകിയ വർഷങ്ങളാണ് കടന്നുപോയത്. വിവിധ തരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമായത് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സൈന്യമാണ് ഭാരതം. 14 ലക്ഷം സൈനികരാണ് നിലവിൽ സേനയുടെ ഭാഗമായുള്ളത്. പ്രതിരോധ ബജറ്റ് കുതിച്ചുയർന്നു എന്ന് പലപ്പോഴും മാധ്യമങ്ങൾ വാർത്തയാക്കാറുണ്ട്. എങ്കിലും ബജറ്റിന്റെ 25% പ്രതിരോധ വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണം എന്നിവയ്ക്കാണ് വിനിയോഗിക്കുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് 2022 രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. ഇത്തരത്തിൽ പ്രതിരോധ മേഖലയിൽ നിരവധി പുതിയ കൂട്ടിച്ചേർക്കലുകളുടെ കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം നടന്നത്. ഇങ്ങനെ പ്രതിരോധ മേഖലയ്ക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. 2014 മുതൽ സേനയെ നവീകരിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബജറ്റ് വിഹിതം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു. 5.94 ലക്ഷം കോടി രൂപയാണ് 2023 പ്രതിരോധ ബജറ്റ്. ചൈന കഴിഞ്ഞാൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഏറ്റവും ഉയർന്ന തുക മാറ്റിവെക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ. വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നതിന് ആഭ്യന്തര വ്യവസായങ്ങൾക്ക് മാത്രമായി ബജറ്റിന്റെ ഗണ്യമായ ഒരു ഭാഗമാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 2018-19 സാമ്പത്തിക വർഷത്തിൽ 46% ആയിരുന്നു. 2022 ഡിസംബറിൽ അത് 36.7% കുറഞ്ഞു. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതം എന്ന പദം ഏറ്റവും കൂടുതൽ രാജ്യം കേട്ടത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായതും ഈ രംഗത്താണ്. നിലവിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും രാജ്യത്ത് തന്നെയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. എന്നാൽ 10 വർഷം മുൻപ് ഇതല്ലായിരുന്നു സ്ഥിതി. കൈത്തോക്കിന് മുതൽ യുദ്ധവിമാനങ്ങൾക്ക് വരെ മറ്റ് രാജ്യങ്ങളുടെ കനിവ് കാത്തു നിൽക്കുന്ന ഭാരതമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളാണ് ഇങ്ങോട്ടെത്തുന്നത്. ഇതിനുവേണ്ടി ഇതിന്റെ ഭാഗമായി പ്രതിരോധ സാമഗ്രികളുടെ ഉൽപാദനവും ഗവേഷണവും വികസനവും എളുപ്പവും സുഗമവുമാക്കാൻ വേണ്ടി നിരവധി നയപരമായ ഭേദഗതികളാണ് നടപ്പിലാക്കിയത്. 2018 ആഭ്യന്തര പ്രതിരോധ വ്യവസായ മേഖല സാക്ഷ്യം വഹിച്ചത് നിരവധി മാറ്റങ്ങൾക്കാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഐഡെക്സിന്റെ രൂപീകരണമാണ്. ഇന്നോവേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, ISMEകൾ, DRDO അടക്കമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ഐഡെക്സ്. ഐഡെക്സിന്റെ പിന്തുണയോടെയാണ് തമിഴ്നാട്ടിലെയും UPയിലെയും പ്രതിരോധ വ്യവസായ ഇടനാഴി കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത്. ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ തദ്ദേശീയ ഉൽപാദനമാണ് പ്രസ്തുത ഇടനാഴിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ടാറ്റ അടക്കമുള്ള ഇന്ത്യയുടെ അഭിമാനമായ വ്യവസായ ഗ്രൂപ്പുകൾ പദ്ധതിയുടെ ഭാഗമായപ്പോൾ സൈന്യത്തിന് ലഭിച്ചത് തദ്ദേശീയമായി നിർമ്മിച്ച നിരവധി പ്രതിരോധ സാമഗ്രികളാണ്. ബ്രഹ്മോസിന്റെയും റാഫേലിന്റെയും കയറ്റുമതി അടക്കം സാധ്യമാക്കാൻ പോകുന്നത് ഇതിന്റെ ഫലമായിട്ടാണ്. 2024-25 സാമ്പത്തിക വർഷം 60,000 കോടി രൂപയുടെ പ്രതിരോധ കരാറുകളാണ് ഈ കോറിഡോറിന്റെ ഭാഗമായി കമ്പനികൾക്ക് ലഭിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോർട്ടലിലൂടെയാണ് കമ്പനികൾക്ക് ഈ പ്രതിരോധ ഓർഡറുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന എയർ ഷോ തദ്ദേശീയ ഉൽപാദകരുടെ ശക്തി പ്രകടനത്തിന്റെ വേദി കൂടിയാണ്. 80-ലധികം രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കാൻ എത്തുന്നത്. 2023 നടന്ന പരിപാടിയിൽ 100 വിദേശ കമ്പനികളും 700 തദ്ദേശീയ കമ്പനികളും ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവും നടക്കാറുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത് ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ കയറ്റുമതിയിൽ കുതിച്ചുയർന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായി തന്നെയാണ്. കയറ്റുമതി സുഗമമാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഏജൻസി രൂപീകരണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സുപ്രധാന ചുവടുവയ്പായിരുന്നു. ഇസ്രായേൽ, അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ വികസിത രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ പ്രതിരോധ സാമഗ്രികളുടെ ഉപഭോക്താക്കളാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 85-ലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. മറുവശത്ത് പ്രതിരോധ ഇറക്കുമതി അതിവേഗം കുറയുകയും ചെയ്യുന്നുണ്ട്. പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി 91 രാജ്യങ്ങളിൽ സെന്ററുകളും ഇന്ത്യയുടെ പ്രവർത്തിക്കുന്നുണ്ട്. 2014 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 686 കോടി രൂപയായിരുന്നു. 2023 അത് 16,000 കോടിയായി ഉയർന്നു.
22% ഇരട്ടി വർധനവാണ് ഈ രംഗത്ത് മാത്രം ഉണ്ടായത്. രാജ്യത്ത് നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ, ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ, വിമാനവാഹിനി കപ്പലുകൾ എന്നിവയ്ക്ക് ആഗോള ആവശ്യം കൂടി വരികയാണ്. ഡോർണിയർ 228 എയർക്രാഫ്റ്റ്, 155 അഡ്വാൻസ്ഡ് ആർട്ടിലറി ഗൺസ്, ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് മിസൈൽ സിസ്റ്റം, റഡാറുകൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് പ്രധാനമായി കയറ്റുമതി ചെയ്യുന്നത്. 2014 റഫേൽ കരാറിന്റെ വിഷയം മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ആ സാമ്പത്തിക വർഷം പണമൊന്നും ബാക്കിയില്ലെന്നും കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ലെന്നുമാണ് അന്നത്തെ സർക്കാർ നൽകിയ മറുപടി. എന്നാൽ ഇന്ന് ആ സ്ഥാനത്തെ 36 റഫേലുകൾ ഫ്രാൻസിൽ നിന്ന് ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് ചരിത്രമായിരുന്നു. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ നിരവധി കൂട്ടിച്ചേർക്കലുകളുടെ കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, INS ധ്രുവ് എന്നിവ കമ്മീഷൻ ചെയ്തത് ഇതിൽ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 DRDO വികസിപ്പിച്ച പിനാക് റോക്കറ്റും സേനയുടെ കരുത്തായി മാറി. ആന്റി സാറ്റലൈറ്റ് മിസൈലുകളുടെ പരീക്ഷണം മുതൽ തദ്ദേശീയ ആണവ അന്തർവാഹിനിയുടെ വികസനം വരെ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു 10 വർഷം മുമ്പ്. ആധുനിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെയും ബാലിസ്റ്റിക് ഹെൽമെറ്റുകളുടെയും ദൗർലഭ്യത്തിലൂടെയാണ് സൈന്യം കടന്നുപോയിരുന്നത്. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുകയും കേന്ദ്ര സർക്കാർ 50,000 ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾക്ക് ടാറ്റ അഡ്വാൻസിന് അടിയന്തര ഇടക്കാല ഓർഡർ നൽകി. 140 കോടിയുടേതായിരുന്നു ഈ പ്രസ്തുത കരാർ. തുടർന്ന് 2018 2.20 ലക്ഷം ബുള്ളറ്റ് പ്രൂഫുകൾക്ക് 900 കോടിയുടെ തുടർ ഓർഡറുകൾ നൽകി. ഇന്ത്യയിൽ തന്നെയുള്ള മികച്ച കമ്പനികളെ അവഗണിച്ചായിരുന്നു മുൻ സർക്കാരുകൾ വിദേശങ്ങളിൽ നിന്നും ഇവ വാങ്ങിയിരുന്നത്. അതുപോലെ തന്നെ 2016 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് സുപ്രധാന വർഷമായിരുന്നു. ഫ്രാൻസിലെ ദസാൾട്ടിൽ നിന്നും 59,000 കോടി രൂപയ്ക്ക് 36 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ചു. അതുപോലെ തന്നെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കാനും ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകൾ അതിവേഗം കണ്ടെത്താനും സഹായിക്കുന്ന 4 P-8I സമുദ്ര നിരീക്ഷണ വിമാനത്തിനുള്ള കരാറിനും 2016 അംഗീകാരം നൽകിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ സേന സാക്ഷ്യം വഹിച്ചത് നിരവധി കരാറുകൾക്കാണ്. 2021 ഫെബ്രുവരിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 83 തേജസ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഉടമ്പടിയായി. ഒപ്പം C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ ടാറ്റയുമായി കരാറാക്കി. ഇത്തരത്തിൽ 56 എയർ ബസുകളാണ് സേനയുടെ ഭാഗമായത്. അപ്പാച്ചെ മുതൽ ചിനൂക്ക് വരെയുള്ള അത്യാധുനിക ഹെലികോപ്റ്ററുകൾക്ക് 2015 ധാരണാപത്രം ഒപ്പുവെച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ INS വിശാഖപട്ടണം 2021 നവംബർ 21 പ്രതിരോധ മന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഹൂതി ഭീകരരിൽ നിന്ന് ബ്രിട്ടീഷ് കപ്പലിനെ രക്ഷിച്ച് അഭിമാനമായി മാറിയതാണ് INS വിശാഖപട്ടണം. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ വേദ യുദ്ധ കപ്പലിന് 163 മീറ്റർ നീളവും 7000 ടൺ ഭാരവുമുണ്ട്. ബ്രഹ്മോസ് അടക്കം അത്യാധുനിക മിസൈലുകളാണ് ഈ കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 2 ഹെലികോപ്റ്ററുകളെ വഹിക്കാൻ ശേഷിയുള്ള INS വിശാഖപട്ടണത്തിന് രാസ ആണവ ആക്രമണം നടത്തുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ INS ജഡായു എന്ന പേരിൽ സജ്ജീകരിച്ച നേവൽ ബേസിന്റെ കമ്മീഷനിങ് മാർച്ച് ആദ്യവാരമാണ് നടന്നത്. ഭാവിയിൽ ഇതിനെ നാവിക താവളമാക്കി മാറ്റാനാണ് പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നത്. വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവ ഇനി ലക്ഷദ്വീപിന് സമീപം പ്രവർത്തിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്ന ഭാരതത്തിന്റെ ഈ നീക്കം ഒരേ സമയം തന്നെ ചൈനയ്ക്കും മാലദ്വീപിനും വൻ പ്രഹരമാണ് സമ്മാനിക്കുന്നത്. മിസൈൽ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. തെക്കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, യൂറോപ്പ്, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭാരതത്തിന്റെ പ്രതിരോധ സാമഗ്രികളിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ആത്മവിശ്വാസവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയുടെ ശക്തമായ വിദേശ ബന്ധവും പ്രതിരോധ കയറ്റുമതിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. 2024-25 പ്രതിരോധ ഉൽപാദന മേഖലയിൽ 1,75,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ 10 വർഷത്തെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.